സമകാലികം. പട്ടിണി മരണവും പോഷകാഹാരക്കുറവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ തന്നെയാണ് അമിതവണ്ണം മൂലമുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്ന കണക്കുകളും പുറത്തുവരുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു പഠനമായിരുന്നു ഇന്ത്യൻ ജേർണൽ ഓഫ് കമ്മ്യൂണിറ്റി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച കുട്ടികളിലെ അമിതവണ്ണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ഇന്ത്യയിൽ 4-ൽ 1 കുട്ടി അമിതവണ്ണം മൂലം വലയുന്നുവെന്നാണ് ഈ പഠനം വെളിപ്പെടുത്തുന്നത്. കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്ത, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണിത്. ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ശാരീരികവും മാനസികവുമായ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണ്. തെറ്റായ ഭക്ഷണശീലം, വ്യായാമക്കുറവ്, ഫാസ്റ്റ് ഫുഡ് ഉപയോഗം, മണിക്കൂറുകൾ നീളുന്ന സ്ക്രീൻ ടൈം, ചുരുക്കം പേരിലെങ്കിലും ജനിതകമോ അല്ലാത്തതോ ആയ മറ്റ് രോഗാവസ്ഥകൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയാണ് കുട്ടികളിലെ കൊഴുപ്പടിയലിന്റെ പ്രധാന കാരണങ്ങൾ. അതിരക്തസമ്മർദ്ദം, പ്രമേഹം, കരൾ രോഗങ്ങൾ, പലതരം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ഈ അമിതഭാരത്തിന്റെ സംഭാവനകളായി മാറുന്നു. കുട്ടികളിലെ അമിതഭാരത്തെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. കുട്ടികളിലെ അമിതവണ്ണം എന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ പ്രായത്തിനും ഉയരത്തിനും ആനുപാതികമായി ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ്. ബോഡി മാസ് ഇൻഡെക്സ് വഴിയാണ് സാധാരണഗതിയിൽ ഇത് അളക്കുന്നത്. അതിസങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അമിതമായ കൊഴുപ്പടിയൽ മൂലം കുട്ടികളുടെ ശരീരത്തിലുണ്ടാവുക. ലളിതമായി പറഞ്ഞാൽ, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ എത്തുന്ന കലോറി വ്യായാമത്തിലൂടെയോ മറ്റ് പ്രവൃത്തികൾക്കോ വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതലായി ലഭിക്കുമ്പോൾ അത് കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സെറിൻ കുര്യാക്കോസ്. പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ അമിതവണ്ണം ഒരേ സമയം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വളരെ കാലം ശരീരത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ ഊർജം ഭക്ഷണത്തിലൂടെ ലഭിക്കുകയും കുട്ടികൾ അത് വേണ്ട രീതിയിൽ ചെലവഴിക്കാതെ വരികയും ചെയ്യുമ്പോൾ ശരീരത്തിൽ അധികമായിട്ട് ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ കൊഴുപ്പ് അഥവാ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. പ്രധാനമായിട്ടും അഡിപ്പോസ് ടിഷ്യൂവിലാണ് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി ശേഖരിക്കപ്പെടുന്നത്. ഇതുമൂലം ശരീരം ഇൻസുലിനോട് പ്രതികരിക്കുന്നത് കുറയുന്നു. പിൽക്കാലത്ത് പ്രമേഹം, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റി ലിവർ തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് കാരണമാകും. അമിതവണ്ണം എന്ന് പറയുന്നത് വെറും ഭക്ഷണത്തിന്റെ നിയന്ത്രണമില്ലായ്മയല്ല, മറിച്ച് മറ്റ് പല ഘടകങ്ങൾ ചേരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. തീർച്ചയായിട്ടും ഭക്ഷണശീലം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. രാവിലത്തെ തന്നെ ഭക്ഷണം ഒഴിവാക്കുകയോ പകരം ബിസ്ക്കറ്റോ ഇൻസ്റ്റന്റ് നൂഡിൽസോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത് ദോഷകരമാണ്. അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ, മധുരമുള്ള ചായ, കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ അളവിലുള്ള പഞ്ചസാരയുടെ അളവ് കലോറി വളരെയധികം കൂട്ടുകയും അതേസമയം തന്നെ വിശപ്പ് മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നില്ല. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഉയർന്ന സ്ക്രീൻ ടൈം. പണ്ട് കുട്ടികൾ കളിച്ചും വീടിന് പുറത്ത് ചെലവഴിച്ചുകൊണ്ടിരുന്ന സമയം ഇന്ന് കൂടുതൽ സമയവും TV അഥവാ മൊബൈൽ ഫോൺ, വീഡിയോ ഗെയിം എന്നിവയ്ക്ക് മുന്നിലാണ്. ലേറ്റസ്റ്റ് പഠനങ്ങൾ പ്രകാരം ഓരോ അധികമായിട്ട് ചെലവഴിക്കുന്ന സ്ക്രീൻ ടൈമും അമിതവണ്ണത്തിനുള്ള സാധ്യത 2% വെച്ചാണ് വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെയധികം തിരക്കുകളാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ലഭിക്കുന്ന ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കാനായിട്ട് ടിവിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം കുട്ടികളുടെ ഭക്ഷണശീലത്തെ സ്വാധീനിക്കുന്നു. TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് എന്തുമാത്രം ഭക്ഷണം ഉള്ളിൽ ചെന്നു എന്നോ എന്തുമാത്രം കഴിക്കണമെന്നതിന്റെ ആവശ്യതയെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെ പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷമാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന പല ശീലങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഠനത്തിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിത്തരാം, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കാം, ഐസ്ക്രീം കൊടുക്കാം. വൈകാരികമായിട്ടുള്ള ഒരു റിവാർഡിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ ഭക്ഷണത്തെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാനും കുട്ടികളുടെ ശീലത്തെ വളർത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കുഞ്ഞുകാലത്ത് അമിതവണ്ണം ഉണ്ടെങ്കിൽ വലുതായിട്ട് വരുമ്പോൾ ഒരുപാട് രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിച്ചേക്കാം. പ്രധാനമായിട്ടും ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. പണ്ട് പ്രായമായവരിൽ കണ്ടുവരുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് ഇന്ന് ടീനേജ് പ്രായത്തിൽ തന്നെ കണ്ടുവരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിന്റെ ഉയർന്ന നിരക്ക് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഉറക്കം തടസ്സപ്പെടുക, പെട്ടെന്ന് തളർച്ചയുണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അമിതമായിട്ടുള്ള വണ്ണം കൊണ്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. പരമാവധി 2 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് അനുവദിക്കാതിരിക്കുക. കുട്ടികളുടെ ശരീരഭാരവും ഉയരവും എല്ലാം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും സംശയം തോന്നുന്ന സാഹചര്യങ്ങളിൽ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെയോ ഒക്കെ സഹായം തേടുകയും ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കൂടുതലായി കണ്ടുവരുന്ന അമിതവണ്ണം വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്.
കാര്യമാണ്. ഇത് നാളത്തെ നമ്മുടെ തലമുറയെ ബാധിച്ചേക്കാവുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്കാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായും ചിട്ടയായുമുള്ള ഭക്ഷണക്രമം ശരീരഭാരം നിയന്ത്രിക്കാൻ കുട്ടികളെ സഹായിക്കും. കുട്ടികളിൽ പൊതുവെ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വികലപോഷണം. എന്നാൽ ഈ അടുത്ത് നമ്മുടെ മക്കളിൽ വളരെ സാധാരണമായി കാണപ്പെടുന്ന ഒന്നാണ് ഒബേസിറ്റി അഥവാ അമിതവണ്ണം എന്ന രോഗാവസ്ഥ. ഡയറ്റീഷ്യനും അധ്യാപികയും കൂടിയായ റോസ്മേരി, ചബ്ബി ബേബി ഹെൽത്തി ബേബി എന്ന കൺസെപ്റ്റ് പൊതുവെ മാതാപിതാക്കളിൽ സാധാരണമാണ്. എൻ്റെ കുട്ടി എത്ര ഗുണ്ടുമണിയായിരിക്കുന്നോ അത്രയും ആരോഗ്യമുള്ള കുഞ്ഞാണ് എന്നൊരു ധാരണ പൊതുവെ മാതാപിതാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ധാരാളമായി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ചോക്ലേറ്റുകൾ, ഐസ്ക്രീമുകൾ, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്കുകൾ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഈ അടുത്താണ് കുട്ടികൾ ഇത്രയധികം ഉപയോഗിക്കുന്നതായി ശ്രദ്ധിച്ചിരിക്കുന്നത്. ഈ ഭക്ഷണങ്ങളിലെല്ലാം തന്നെ വളരെ ഉയർന്ന അളവിൽ പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഇത് കൂടുതൽ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ അമിതമായ തോതിൽ കൊഴുപ്പ് എത്തുന്നതിനും അതുപോലെ പഞ്ചസാര എത്തുന്നതിനും കാരണമാവുന്നു. ഇത് അമിതവണ്ണത്തിലേക്ക് അവരെ തീർച്ചയായും നയിക്കുകയും ചെയ്യും. ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ, പംകിൻ ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലോ അതല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴോ നൽകാവുന്നതാണ്. നട്ട്സ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ട് ജ്യൂസുകൾക്ക് പകരം പരമാവധി കട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഫ്രൂട്ട് ജ്യൂസസ് കുട്ടികൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൾപ്പാക്കി അധികം മധുരം ചേർക്കാതെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. ഐസ്ക്രീമിന് പകരം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന യോഗേർട്സ്, പ്രത്യേകിച്ചും ഫ്ലേവേർഡ് യോഗേർട്സ് ഒരു പരിധിവരെ സ്റ്റൊമക്ക് ഹെൽത്ത് നല്ലതുമാണ്. അതുപോലെ മോര്, ലസ്സി, നമ്മളുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ വെള്ളം, മധുരത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഇത് നമ്മളുടെ മക്കൾക്ക് ഇടനേരങ്ങളിൽ പാനീയങ്ങളായിട്ട് കുടിക്കാൻ കൊടുക്കാം. നാം ഇങ്ങനെ ചില മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുത്തുമ്പോൾ തന്നെ പ്രകടമായ വ്യത്യാസം നമുക്ക് കുട്ടികളിൽ കാണാനായിട്ട് സാധിക്കും. അളവിന്റെ കാര്യത്തിലും നമുക്ക് ചില നിയന്ത്രണങ്ങൾ വെക്കാനായിട്ട് സാധിക്കും. ഒന്നാമത് സ്ക്രീൻ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, സ്നാക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന ശീലം തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിർത്താനായിട്ട് പറ്റും. മറ്റൊന്ന്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗത്ത് തവിടോട് കൂടിയ ധാന്യങ്ങളുടെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വെക്കാം. കുട്ടിക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം, ഒട്ടും കൂടുതലാവേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പ്രോട്ടീൻ ധാരാളം ഉള്ളതും കൊഴുപ്പ് കുറഞ്ഞതുമായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് മീൻ, മുട്ടയുടെ വെള്ള, അതുപോലെ ചിക്കൻ, പാലുൽപ്പന്നങ്ങൾ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോയിൽഡ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ നമ്മൾ തോരൻ എന്ന് പറയുന്ന ഐറ്റം, കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉണ്ടാവും. നാലാമത്തെ ഭാഗത്ത് സാലഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ നാം പ്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിന്റെ പകുതി നമ്മൾ ഫൈബറിനും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസിനുമായിട്ട് കൊടുക്കുന്നു. ബാക്കി പകുതിയിൽ നിന്നും കുട്ടിക്ക് വേണ്ട സ്റ്റാർച്ചും പ്രോട്ടീനും ഫാറ്റും നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു പ്ലേറ്റ് സെറ്റിങ്ങിലൂടെ നാം ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാൽ കുട്ടിയുടെ അമിതവണ്ണം എന്ന രോഗാവസ്ഥ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കുട്ടി മാത്രമല്ല ചെയ്യേണ്ടത്, കുടുംബം മുഴുവനും ചെയ്യുമ്പോൾ ഈ കുട്ടിക്കൊഴുപ്പ് എന്ന ആരോഗ്യ പ്രശ്നം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കളോടൊപ്പം അധ്യാപകരുടെയും കൃത്യമായ ഇടപെടൽ ഇത്തരം കുട്ടികൾക്ക് വലിയ മാനസിക പിന്തുണയും ഉത്തേജനവും നൽകുന്നു. അധ്യാപികയായ വിദ്യ ബാലൻ. ഞാനൊരു 7 വർഷമായിട്ട് അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പം കുട്ടികളുടെ വണ്ണവും അതിനോടനുബന്ധിച്ച് അവരുടെ മാനസികാവസ്ഥയും പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് ചില കുട്ടികൾക്ക് ശരീരഭാരം കൂടുന്നതിന്റെ പേരിൽ ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ചിലർ അതിനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് അത് വലിയൊരു മാനസിക സമ്മർദ്ദമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വണ്ണം കൂടുതലുള്ള കുഞ്ഞുങ്ങൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ജങ്ക് ഫുഡ്, ബിരിയാണി പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും മറ്റുള്ളവരെ നേരിടാനും മടിക്കുന്നത് കാണാം. സോ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും കുട്ടികൾ നേരിട്ട് അധ്യാപകരോട് പങ്കുവയ്ക്കാൻ മടിക്കുന്നു. പകരം അവർ മാതാപിതാക്കളോട് പറയുകയും അതിലൂടെ അധ്യാപകർക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു അധ്യാപിക എന്ന നിലയിൽ ഓരോ കുട്ടിയും അവരുടെ കഴിവിന്റെ പരമാവധി വളർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമായൊരു ഘടകമായതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്, കുട്ടികളുടെ ശരീരഭാരത്തിന്റെ പേരിൽ ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത്. എല്ലാ കുട്ടികൾക്കും പൊതുപ്രവർത്തനങ്ങളിലും വേദികളിലും എല്ലാം നല്ലൊരു പങ്കാളിത്തം ഉറപ്പാക്കുക. പിന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളോട് ബോഡി ഷേമിംഗ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ബോധവൽക്കരണം ആ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതായിട്ട്.
അവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, ഈ ശരീരഭാരം കൂടുതലാകുന്നത് പലപ്പോഴും ഹോർമോണിന്റെ മാറ്റങ്ങളോ അല്ലെങ്കിൽ പാരമ്പര്യമോ അതല്ലെങ്കിൽ ജീവിതശൈലി തുടങ്ങിയ ഘടകങ്ങൾ മൂലമൊക്കെ ആവാം എന്ന തിരിച്ചറിവ് ആ കുട്ടികളിൽ ഉണ്ടാവണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെയും പിന്തുണയോടെയും കൂടി ചേർത്ത് നിർത്തുക. അവരുടെ ആത്മവിശ്വാസം ഉയർത്താൻ അവരെ സഹായിക്കുക. ശരീരഭാരമോ രൂപമോ ഒരു കുട്ടിയുടെ കഴിവിനെയോ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതല്ല. കളിയാക്കലിനും വിമർശനങ്ങൾക്കും പകരം നല്ലൊരു പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ നൽകി ആ കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ വളരാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അമിതഭാരം ശരീരത്തെ എന്ന പോലെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. പലപ്പോഴും കുട്ടികളിൽ ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയും. അവർക്ക് അവരെ തന്നെ ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥ, അവരുടെ ശരീരത്തെക്കുറിച്ചോ അവരുടെ ഭംഗിയെക്കുറിച്ചും അവർക്ക് വല്ലാത്തൊരു ആകുലത വരുന്ന ഒരു അവസ്ഥ. ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഷൈനി സാബു. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ പലപ്പോഴും കുട്ടികളിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട്. പക്ഷെ നമ്മളത് അറിയാറില്ല. കാരണം കൊച്ചു കുട്ടികളാണെന്നുള്ള ഒരു രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികളിൽ വളർന്നു വരുംതോറും അവരിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി വരാറുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ആദ്യമാണ് ഓരോ പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴും ഓരോ പുതിയ സുഹൃത്തുക്കളെ കാണുമ്പോഴും അവർ കളിയാക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ക്ലാസ്സിലായാലും ഒരു പൊതുവേദിയിൽ കുട്ടികളായി ഒരുമിച്ച് കൂടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും അവർ മാറി നിന്ന്, കാരണം പേടിയാണ് അവരെ മറ്റുള്ളവർ പരിഹസിക്കുമോ എന്നുള്ളൊരു ഭയം. അതുകൊണ്ട് തന്നെ അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ തയ്യാറാവില്ല. അതുപോലെ കുട്ടികളായി പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ കൂട്ടുകൂടേണ്ട അവസ്ഥയിൽ അവർ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. സ്പോർട്സിൽ പങ്കെടുക്കാൻ മടി കാണിക്കാറുണ്ട്. കാരണം അവർക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത അവരെ വല്ലാതെ വേവലാതിപ്പെടുത്താറുണ്ട്. പിന്നെ പലപ്പോഴും വരുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അതായത് അവർക്ക് വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് രീതിയിലാണ് കുട്ടികൾ പെരുമാറുന്നത്. ഒന്ന്, അവര് അമിതമായി ആവശ്യമുള്ളതും ഇല്ലാത്തതും അവരുടെ ഉള്ളിലെ ഒരു വിഷമം കൊണ്ട് അവർ കഴിക്കും. ചില സമയങ്ങളിൽ ഓവറായിട്ട് സ്ട്രിക്റ്റ് ഡയറ്റിംഗ് ഫോളോ ചെയ്യും. മറ്റുള്ളവർ കളിയാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വണ്ണം കുറയ്ക്കാനായിട്ട് കുട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രായത്തിലെ കുട്ടികൾ അവർക്ക് വണ്ണം ഒരു പ്രശ്നമല്ല, പക്ഷെ ആരോഗ്യം നോക്കിയാൽ മതി. അവർ ഭക്ഷണം സമയത്തിന് കഴിക്കാതിരുന്നാൽ അത് തന്നെ അവരിൽ ബുദ്ധിമുട്ടുകൾ വരുത്താറുണ്ട്. പലപ്പോഴും അവർക്ക് പഠനത്തിനെ അത് ബാധിക്കാറുണ്ട്. അവരുടെ സ്ട്രെസ്, അവരുടെ ഉറക്കം ശരിയാവാതെ വരുന്ന ഒരു അവസ്ഥ, സ്കൂളിലേക്ക് പോകാതിരിക്കുക, ആബ്സെന്റ് ആവുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവരുടെ അക്കാഡമിക്സിനെയും അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ഇനിയൊരു പ്രശ്നമാണ് ബിഹേവിയറൽ പ്രോബ്ലംസ്. അതായത് അവരെ കളിയാക്കുന്നത് മൂലം അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ വിഷമം അവർക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉള്ളിലെ വല്ലാത്തൊരു ദേഷ്യവും അവരോട് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഭയങ്കര കോപിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയും കണ്ടുവരാറുണ്ട്. വീടുകളിലുള്ള പ്രശ്നങ്ങൾ, പാരന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരത് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ചില കുട്ടികൾ അത് മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. മീഡിയയുടെ ഒരു എഫക്റ്റ് മൂലം സ്ലിം ബ്യൂട്ടീസ് ആണ് കൂടുതലും അവർ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം വല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. പലപ്പോഴും മാനസികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വണ്ണമല്ല അവർ ഫോക്കസ് ചെയ്യേണ്ടത്, പകരം അവരുടെ ആരോഗ്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. രാവിലെയും വൈകിട്ടും ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ കൈയും കാലും അനങ്ങുന്ന രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുവാനായിട്ട് നമ്മൾ കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക. വണ്ണം ഉണ്ടെങ്കിലും കുട്ടികൾക്ക് നല്ലപോലെ ഓടാനും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഹാവ് എ വെരി ഗുഡ് ഹെൽത്ത്. അപ്പോൾ നമ്മൾ അത് ഫോക്കസ് ചെയ്യാനായിട്ട് കുട്ടികളെയും പാരന്റ്സിനെയും മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോഴും ഒരു വിഷാദമായ ഒരു ഇരിപ്പ് അങ്ങനെ ഒരു നമ്മൾ കാണുകയാണെങ്കിൽ കുട്ടിക്ക് ആവശ്യമെങ്കിൽ നമ്മളൊരു ഡയറ്റീഷ്യന്റെയും കൗൺസിലറിന്റെയും സപ്പോർട്ട് നമ്മളെപ്പോഴും എടുക്കുക. കുട്ടികളിലെ അമിതവണ്ണം നേരത്തെ കണ്ടെത്തി നിയന്ത്രിക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കാണ്. കണ്ണിന് ഇമ്പമുള്ളതെല്ലാം അകത്താക്കുന്ന കുട്ടിപ്രായത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ നിയന്ത്രണം എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ കൃത്യമായൊരു ഭക്ഷണച്ചിട്ട രൂപപ്പെടുത്തുകയും കൊഴുപ്പ് അധികം അടങ്ങിയ ആഹാര സാധനങ്ങൾ കുട്ടികൾ കഴിക്കുന്നതിനെ സ്നേഹപൂർവ്വം തടയുകയാണ് കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത്. മുലപ്പാൽ കുടിച്ച് വളരേണ്ട പ്രായത്തിൽ വിപണിയിൽ ലഭ്യമായ ബേബി ഫുഡ്സ്, ഇടനേരങ്ങളിലെല്ലാം യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ നൽകുന്ന അല്ലെങ്കിൽ ശീലമാക്കുന്ന വറവരി വിഭവങ്ങൾ, സ്ഥിരമായി ആസ്വദിക്കുന്ന ഹോട്ടൽ ഭക്ഷണം എന്നിവയിലൂടെയെല്ലാം കുഞ്ഞുങ്ങളുടെ ആരോഗ്യമല്ല രോഗങ്ങളാണ് വിലയ്ക്ക് വാങ്ങുന്നത് എന്നോർത്തിരിക്കുക. അമിതവണ്ണവും ശരീരഭാരവുമുള്ള കുട്ടികൾക്ക്
ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം ചുറ്റുപാടിൽ നിന്നും അവർക്കുണ്ടായേക്കാവുന്ന അവഹേളനങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും സങ്കോചമില്ലാതെ വ്യാപരിക്കുന്ന ഇടങ്ങളിലെല്ലാം മുൻനിരയിലേക്ക് വരാനും അവരെ പ്രാപ്തരാക്കാനുള്ള വലിയ ഉത്തരവാദിത്തം കുടുംബാംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടുന്ന സമൂഹത്തിനുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികളാണ് നമ്മുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ. ക്യൂട്ടല്ല, കേടാണ് കുട്ടിക്കൊഴുപ്പ്. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം ഷൈജി ടോണി. അവതരണം ആകാശവാണി കൊച്ചി FM 102.3.